നമസ്കാരം. ഒരു യാത്രയ്ക്ക് വേണ്ടി ബസ് കാത്തു നിന്ന് ഞാൻ എന്റെ തൊട്ടടുത്ത് വന്ന ഒരു പാമ്പാട്ടിയെ ശ്രദ്ധിച്ചു. ബസ്സിൽ കയറി യാത്ര തുടങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എന്റെ അടുത്തിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രമേശ് പിഷാരടി. അദ്ദേഹം എന്നോട് പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ധർമ്മനും കൂടി ദുബായിലൊരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ അവിടെ വെച്ച് ഒരു അമ്മയും മോനും എന്നെ പരിചയപ്പെടാൻ വന്നു. ഈ അമ്മ മോനോട് ചോദിക്കുകയാണ്, മോനെ നീ ഈ അങ്കിളിനെ അറിയുമോ? അപ്പോൾ ഈ മോൻ പറയാണേ, ഞാൻ ഈ അങ്കിളിനെ അറിയും, ഈ അങ്കിളിന്റെ പേര് രമേശ് പിരാശെട്ടി എന്നല്ലേന്ന്. എന്ത് പറയാനാണ് ഞാൻ ആ മോനെ മാറ്റി നിർത്തിയിട്ട് വന്നു. ഏടാ മോനെ, നീ എന്നെ സാബുന്നോ ഏടാന്നോ എന്ത് വേണേലും വിളിച്ചോ, പേര് മാത്രം വിളിക്കരുത്. സംസാരത്തിനിടയിൽ അദ്ദേഹം എനിക്ക് ധർമ്മജിന്റെ ഒരു വീഡിയോ കാണിച്ചു തന്നു. ഈ കളഞ്ഞു പൊക്കപ്പെട്ട് മാത്രമാണ് ബുദ്ധിയില്ല. അറിയോ, ഈ കളറൊക്കെ അരുത് പോലെ കണ്ട് കഴിഞ്ഞ ദിവസം ജാപത്ത് പോയിട്ട് പറയണേ ദൈവമേ ഇതിന്റെ വന്നത്. സംസാരത്തിനിടയിൽ ഞാൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു മിമിക്രി ചെയ്തു. വളരെ പ്രകൃതി രമണീയമായ ഒരു ഗാനം. അദ്ദേഹം എനിക്ക് ശ്രീ അജു വർഗീസിന്റെ ഒരു വീഡിയോ കൂടി കാണിച്ചു തന്നു. അമ്മയുടെ മോനെ, ഇത് ഞാൻ ഗോവയ്ക്ക് പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന കാശ, ഇതിന് 10 പൈസ തരൂല്ല മോനെ. യാത്രയ്ക്കൊടുവിൽ ഞാൻ വീട്ടിലെത്തിയപ്പോൾ TV ഓൺ ചെയ്തു. അപ്പോൾ മനസ്സിനെ കുളിരി പോയിരിക്കുന്ന ഒരു ഗാനമരംഗമായിരുന്നു. പാടി കുളിക്കും പരമീൻ കയ്യുള്ള പെണ്ണ് കാക്കറുമ്പി മാടി വിളിക്കുന്നു മാറത്തെ മാമ്പുള്ളി ചുണങ്ങ് പുള്ളിച്ചുണങ്ങ്. ചാനൽ മാറ്റിയപ്പോൾ ഞാൻ കണ്ടത് പൃഥ്വിരാജിന്റെ പുതിയ മുഖം എന്ന ചിത്രം. തള്ളി തോപ്പിക്കാനോ ജയിച്ച് കാണിക്കാനോ വേണ്ടി തിരിച്ചു വന്നു, പഠിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടി സമ്മതിച്ചത്. താളം കൊട്ടി മാത്രം ചിരിച്ച ശുദ്ധ ബ്രാഹ്മണാണ് ഞാൻ. എന്റെ കാന്തത്താഴെ ഇപ്പൊ നിന്റെ നെഞ്ചി പിടയ്ക്കുന്ന താളം ഞാൻ ആഞ്ഞൊരു ചവിട്ടി ചോദിക്കാ കച്ചേരിക്ക് കൊട്ടി നിർത്തുന്ന പോലെ ഇതിന്റെ താളം നിൽക്കും. ഇനി ഒരു കളിക്ക് നീ വരരുത്. വന്നാൽ നമ്മളിൽ ഒരാളെ ജീവനോടെ ഉണ്ടാവും, അത് നീ ആയിരിക്കില്ല. ഞാൻ ചാനൽ മാറ്റിയപ്പോൾ കണ്ടത് നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ. ഞാൻ പഠിച്ച MBA ഒന്നുമല്ല, ഷെഫിന്റെ ജോലി. അവിടെ വേറെ ചാനൽ യൂറോപ്പ് സൂക്ഷം ഇതറിഞ്ഞായിരുന്നെങ്കിൽ ഞാനോളം കൂടി കൊണ്ടുവന്നേരെ. ഉപ്പൂപ്പാക്കിയതൊക്കെ കമ്പ്യൂട്ടറൈസ് ആയിക്കോട്ടെ. വൈകാതെ ബേക്ക് കമ്പ്യൂട്ടറൈസ് ഉപ്പൂപ്പ. അല്ല കുട്ടൂസേ, നീ ഇതിൽ ഇലയോ അതോ മുള്ളോ? ഞാൻ വീണ്ടും ചാനൽ മാറ്റിയപ്പോൾ കണ്ട പരസ്യം വളരെ രസകരമായിരുന്നു. ചാച്ചു, ഈയിടെയായി ഇന്ന് നെൽപ്പാടത്തേക്ക് കാണുന്നത് ഇല്ലല്ലോ. ഗോപാല, കേന്ദ്ര സർക്കാർ കർഷകർക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന കർഷക ബന്ധു കാർഡ് വാങ്ങുവാൻ പോയതാണ് ഞാൻ. ഓഹോ, അങ്ങനെയോ? ടോൾ ഫ്രീ നമ്പറായ 18002004 എന്ന നമ്പറിലേക്ക് വിളിക്കൂ, സേവനങ്ങൾ ലഭ്യമാക്കൂ. ചാച്ചോ, ഇതൊക്കെ വലിയ ചിലവുള്ള കാര്യമല്ലേ? ആഹാഹാ ഗോപാല, ഇത് തികച്ചും സൗജന്യമാണ്. നല്ല ഒരു നാളേക്ക് വേണ്ടി, ഇത്തരം നല്ല അനുഭവങ്ങളുള്ള മറ്റൊരു ദിവസത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. നന്ദി, നമസ്കാരം.